ഈ കാണുന്ന സ്റ്റിയറിംഗ് വീല് നെക്സോൺ ഇവിയുടെ, പഞ്ച് ഇവിയുടെ, കർവ് ഇവിയുടെ ഒന്നുമല്ല. 2025 അപ്ഡേറ്റഡ് ടിയാഗോ ഇവിയുടെ സ്റ്റിയറിംഗ് വീലാണിത്. ഹലോ എവരിവൺ, വെൽക്കം ടു ഇവി ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന അപ്ഡേറ്റഡ് ടിയാഗോ ഇവി എത്തി. അപ്പോൾ അടിമുടി മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങളായിട്ടാണ് ടിയാഗോ ഇവി വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എക്സ്റ്റീരിയറിൽ പറയേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രില്ലിൽ അവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് LED ഹെഡ് ലാംപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൽ എടുത്ത് പറയേണ്ട മാറ്റങ്ങൾ. അപ്പോൾ നേരത്തെ ഉള്ള വണ്ടിയിൽ നോർമൽ ആന്റിനാസ് ഒക്കെ ആയിരുന്നു, അപ്പോൾ അത് ഷാർക്ക് ഫിൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വ്യത്യാസം വന്നിരിക്കുന്നത് മോഡലുകളിലാണ്. അപ്പം നേരത്തെ നമുക്ക് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആയിരുന്നു. അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് മീഡിയം റേഞ്ചിൽ XC XT എന്നീ 2 മോഡലുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ ലോങ് റേഞ്ചിൽ നമുക്ക് XT XZ പ്ലസ് ടെക്ലെക്സ് എന്ന് പറയുന്ന 2 മോഡൽ, അങ്ങനെ ടോട്ടൽ 4 മോഡൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയം റേഞ്ചിൽ 2 മോഡൽ, അതുപോലെ തന്നെ ലോങ് റേഞ്ചിൽ 2 മോഡൽ, അങ്ങനെ നിലവിൽ 4 മോഡൽസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ആ ഒരു പല മോഡലുകളിലും പല ഫീച്ചേഴ്സ് ഒക്കെ എടുത്ത് കളഞ്ഞു. ഈ പറഞ്ഞ കണക്ക് ഫോഗ് ലാമ്പ് ചിലതിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പോൾ ആ ഓരോ മോഡൽസിന്റെ ഫീച്ചേഴ്സ് നമ്മളിത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫീച്ചേഴ്സ് ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കാണിച്ചുകൊണ്ട്, കാര്യം വണ്ടി ഇപ്പോൾ ഷോറൂമിൽ അവൈലബിൾ അല്ല, അവർ ഈ പറഞ്ഞ ആഡ് മാത്രമാണ് ഇറക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കോടുകൂടി ഷോറൂമിൽ വണ്ടി വരും. ആ ഒരു ടൈമിൽ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പെസിഫിക്കേഷനെ പറ്റിയുള്ള എല്ലാം ഒരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ഉള്ള അവർ പുറത്തോട്ടേക്കുന്ന ആ ഒരു ഡീറ്റെയിൽ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇന്റീരിയറിൽ വന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. അപ്പം നോർമലി നമ്മൾ പഞ്ച് ഇവിയിലും കർവ് ഇവിയിലും അതുപോലെ തന്നെ നെക്സോൺ ഇവിയിലൊക്കെ കണ്ടിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റിയറിംഗ് വീല് അവർ ടിയാഗോ ഇവിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബേസ് മോഡൽ മുതൽ നമുക്ക് എല്ലാ മോഡൽസിലും ഈ ഒരു സ്റ്റിയറിംഗ് വീൽ അവൈലബിൾ ആണ്. അപ്പോൾ ടോട്ടലി അവർ സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അപ്പോൾ ആ ഒരു പോർഷനിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി ഉള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ മാറ്റിയിട്ട് അവർ 10.5 ഇഞ്ചിന്റെ കുറച്ചുകൂടെ ബിഗ്ഗർ ആയിട്ടുള്ള വേറൊരു ഡിസൈൻഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഹെഡപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വണ്ടി ലുക്ക് ആക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് കാര്യങ്ങളിൽ ടെക്നോളജി വൈസും അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്നോളജിക്കലി പറയുവാണെങ്കിൽ വന്ന മാറ്റങ്ങളിൽ എടുത്തു പറയേണ്ടത് ESP കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ ട്രാക്ഷൻ കൺട്രോൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കൂടാതെ വേറെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റം അവർ കൊണ്ടുവന്നിരിക്കുന്നത് 7.2 കിലോവാട്ടിന്റെ ചാർജർ നേരത്തെ ഓപ്ഷണലായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഓപ്ഷനായിട്ട് വണ്ടിയുടെ വേരിയന്റിന്റെ കൂട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്ന മോഡലില്. പക്ഷേ ഇപ്പോൾ നമുക്ക് 7.2 കിലോവാട്ട് ആക്സസറി ആയിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. 3.2 കിലോവാട്ടിന്റെ ചാർജർ നമുക്ക് ഓൾറെഡി വണ്ടിയുടെ കൂട്ടത്തിൽ ഫിറ്റ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സർവീസ് സെന്ററിൽ നിന്ന് നോർമലി ആക്സസറി വാങ്ങുന്നത് പോലെ നമുക്ക് 7.2 കിലോവാട്ടിന്റെ ആ ഒരു ചാർജർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഈ വണ്ടിയുടെ വേരിയന്റിന്റെ കൂട്ടത്തിൽ ആ ഒരു മോഡൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലത്തുള്ള 4 മോഡൽസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് കളേഴ്സിലാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്ലമ്മും ട്രോപ്പിക്കൽ മിസ്റ്റ്, ഈ 2 കളർ അവർ ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് 3 കളർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ 3 കളർ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ പുതിയ 3 കളർ ആണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്ലമ്മും ട്രോപ്പിക്കൽ മിസ്റ്റും പോയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ടിയാഗോ ഇവിക്ക് 15,000 രൂപയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 2025 അപ്ഡേറ്റഡ് വെർഷന് 15,000 രൂപയും കൂടെ നേരത്തെ ഉള്ള മോഡലിനേക്കാളും കൂടുതലാണ്. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും വേരിയന്റിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്നതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വണ്ടിയുടെ പ്രൈസ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിലുള്ള അഖിലിന്റെ നമ്പർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂമിൽ വണ്ടി ഡീറ്റെയിൽ ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ അപ്ഡേറ്റഡ് സ്റ്റോക്ക് ലിസ്റ്റ്, കാര്യം പുതിയ മോഡൽ ആയതുകൊണ്ട് എല്ലാ കളറും നിലവിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അഖിലിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.